ഹായ് ഗൈസ്, നമ്മൾ ഇവിടെ കോടനാട് എലഫൻറ്റ് പാർക്കിൽ വന്നിരിക്കുവാണേ. ഞാൻ ആദ്യം വിചാരിച്ചു ഷോർട്ടായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്, പക്ഷേ എനിക്ക് ഷോർട്ടായിട്ട് എടുക്കാനുള്ളതല്ല, കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹായ് പറഞ്ഞേ, ഹായ് പറ. ഹായ്. ഇവരോട് ആദ്യം പ്ലാസ്റ്റിക് അലസ്യമായി വലിച്ചെറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണപ്പെടുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഇതുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. 70-ലേറെ സസ്യങ്ങളുണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നടന്നു പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും അടിപൊളി. നിറയെ ചെടികൾ, പച്ചപ്പൊക്കെ കിട്ടാ. നമ്മൾ ഇൻട്രോ കൊടുക്കുന്ന സമയം അല്ല, അവർ 3 പേര് നമ്മൾ ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് നമ്മളിട്ടിട്ട് ഓടിക്കളഞ്ഞു. നമ്മൾ പണ്ട് തലയിൽ വെക്കുന്ന പട്ടത്തിപ്പൂല്ലേ, അതിൻ്റെ ഒരു പർപ്പിള്, അതെ പർപ്പിള് കളറാട്ടോ ഇത്. ഉടുമ്പിനെ കണ്ടേ. അമലൂട്ടിനെയും വിളിച്ചേ. അമലൂട്ടാ, ഇതേ ഒരു ഉടുമ്പ് പോണു. ഉടുമ്പ് എന്തേലും പറയാണ്ടോ ഉടുമ്പിനോടെ? പണ്ട് ഇവൻ ഇങ്ങനെ പറഞ്ഞൊരു ഉടുമ്പിനെ കൊന്നതാ. ഓ, ഉടുമ്പിന്റെ ശുഷ്കാന്തി. പാവ ഉടുമ്പ് വണ്ടി കയറി കണ്ട് ചത്തുപോയി. എന്തേ ഉടുമ്പ് ഈ ഇതുമേലൊരു ഓന്തുണ്ട്, ഇതിലോട്ട് ഓടി അങ്ങ് കയറി. നമ്മൾ വന്നപ്പോൾ നമ്മുടെ ബഹളം കൊണ്ടാന്ന് തോന്നുന്നു, പേടിച്ചു പോയി. ഇവിടെ നിന്നൊരു വളവാന്ന് തോന്നുന്നു കേട്ടോ. എന്താണ്, മാനാണോ? ഓ, അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാവേ. നമ്മളിവിടെ വരുമ്പോൾ നല്ല രസമായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഫുൾ വ്യൂവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല ഓന്തോ ഉടുമ്പോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോകും, നമ്മൾ ബഹളം വെച്ചിട്ടൊക്കെ വരുന്നെങ്കിൽ. അപ്പോൾ പേടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പേടിക്കണ്ട. വല്ല ഉടുമ്പോ മാനമൊക്കെ ആയിരിക്കും, ഇതുവരെ അതിനെ കണ്ടുള്ളൂ. ഇനി ഇവരെ പാമ്പിനെ മറ്റേ കാണുമെന്ന് അറിയത്തില്ല. മാൻ പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. വെൽക്കം. എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയി. നല്ല രസമുണ്ട് കേട്ടോ ഫ്രെയിമൊക്കെ കാണാൻ. വാവ്. മറ്റേ ആര് സഹകരിക്കുന്നില്ല എൻ്റെ വ്ളോഗിൽ? എൻ്റെ അമലൂട്ട മാത്രമല്ല എനിക്ക്. ഒന്നും വേണ്ടില്ലെന്ന് പറഞ്ഞാണേ, പക്ഷേ എൻ്റെ അമലൂട്ട മാത്രം സഹകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമലൂട്ടൻ ഫുൾ ടൈം ഓണായിട്ട് നിൽക്കുക. കണ്ടോ, അപ്പുറത്ത് നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണ് കണ്ടോ? കാണിച്ചു തരാടി, നിൻ്റെ അപ്പു സ്റ്റോക്സിൽ വീഡിയോ ഇടുമല്ലോ. നമ്മൾ എവിടെയായിരുന്നു? ആനയെ കാണാൻ പൊക്കോട്ടിരിക്കുക. പുറ്റുകളുണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ കുറേ എണ്ണം കണ്ടു. ഇവിടെ എവിടെയോ ഇതുണ്ടോ, ഈ കാണുന്ന ഒരു പുറ്റാണേ. ഇത് കണ്ടോ, കൊച്ചു കൊച്ചു പുറ്റുകൾ. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ ശുദ്ധിയും വൃത്തിയും ഒക്കെ ഉള്ള സ്ഥലത്തെ പുറ്റുകൾ ഉണ്ടാവുകയുള്ളെന്ന്. അറിയില്ല, കമൻറ്റ് ബിലോ. ഇത് ഇവിടെ ഒരു കറുപ്പ് ഷാള് കെട്ടിയിട്ടുണ്ട്. നമ്മൾ മാൻ പാർക്കിലെത്തി. മാനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതോണ്ടേ ഇരിക്കുന്നു, ഇതെല്ലാം മാന കേട്ടോ. ഈ സൈഡിൽ കൂടെ ഈ ചപ്പിൻ്റെ കളറിൽ, അതായത് കരിയിലയുടെ കളറിൽ കിടക്കുന്ന സാധനം എല്ലാം നമ്മൾ സൂം ചെയ്ത് കാണിക്കാം. എല്ലാം മാന കേട്ടോ. ഞാൻ ഈ സൈഡിലെ കണ്ടേ ഇല്ല, ഞാൻ ആ മുകളിലിരിക്കുന്ന ഇതിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ അമരോട് ഞാൻ കളിയാക്കി പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ നോക്കി കാണാൻ പോലും അറിയത്തില്ല കേട്ടോ. ഇതിനിങ്ങനെ കെട്ടിയേക്കുവാണേ, ഞാൻ കാണിക്കാം. ഇതുണ്ടോ, ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഒരു കോമ്പൗണ്ടിനകത്താണ് ഇതുള്ളത്. ഇങ്ങനെ വന്ന് കാണാം. പിന്നെ ഇതുണ്ട്, ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ തന്നെ കൊമ്പ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിദഗ്ധൻ പറയുന്ന ആ കൊമ്പ് മാൻ തന്നെ പൊഴിച്ച് കളഞ്ഞിട്ട് അതവിടെ പിറക്കി വെച്ചേക്കുമായിരിക്കുന്നത്. മാനല്ല പിറക്കി വെച്ച വേറെ ആരുമായിരിക്കും. അമലുകൂട്ടൻ. ഇതാട്ടോ ഈ മാനുകളുടെ ഡീറ്റെയിൽസ്. ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ അറിയാവുന്നവർ വായിച്ചു നോക്കിയോ. എഗെയിൻ നമ്മൾ മാനിനെ കണ്ടിട്ട് പിന്നെയും, അയ്യോ ഇതെന്താ, കേഴ കേട്ടാട്ടെ. ഇവർ സാമ്പാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഡീറ്റെയിൽസ് ആണ്, വേണ്ട ഒരു വായിച്ചു നോക്കും. അങ്ങനെ കേഴേനെ കണ്ടിട്ട് നമ്മൾ പിന്നെയും യാത്ര മുന്നോട്ട്. എൻ്റെ തന്തു. ഹായ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഇത് ആക്ച്വലി ഇത് കണ്ടിട്ട് ഈറ്റ പോലെ ഉണ്ട്, പക്ഷേ ഇല്ലിയാണോ ഈറ്റയാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും വകഭേദമൊക്കെ ആയിരിക്കും. കുറേ മാൻ കണ്ടോ. ഇത് അതിൻ്റെ തന്നെ തൊട്ടടുത്ത ഒരു ഏരിയ ആണേ. ഇവിടെ കുറേ കൊമ്പുള്ള മാനുമുണ്ട്, കൊമ്പില്ലാത്ത മാനുകളുണ്ട്. കണ്ടോ, നന്ദൂട്ടൻ എന്നെ കാണാതിരിക്കുമ്പോൾ ഉടനെ തന്നെ തിരക്കും. എൻ്റെ നന്ദൂട്ടാ. ഹായ് ഗൈസ്. പിന്നെയും മാൻ. നമ്മളെങ്ങനെ മുന്നോട്ട് പോവാണ്. അമലൂട്ടൻ മടുത്തു. നന്ദൂട്ടനാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കൈ പോകത്തില്ല. അങ്ങനെ അമലൂട്ടൻ വിദഗ്ധമായി അവനെ തോളത്ത് വെച്ചുകൊണ്ട് പോവുകയാണ്.
ആ നമ്മൾ തേടി നടന്ന സ്ഥലത്തെത്തി. അമലൂട്ടൻ ഓരോരോ പരിപാടിയിലൂടെ അവൻ്റെ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ കണ്ട അപ്പം ഇവളുടെ കയ്യിലിരിക്കണം. പിന്നെ നമ്മൾ കൃത്യം ഇവിടെ തന്നെ എത്തി. ദേ ഓ ഇവിടെ ഉള്ള ആനകളുടെ ആട്ടോ ഇത്. ഇങ്ങനെ ഓരോ ആനയുടെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയസ്സാട്ടെ കൊടുത്തേക്കണത്. ഇവിടെ ഏറ്റവും വയസ്സുള്ള ആന ആരാണ്? 55 വയസ്സ് സുനിതയാണേ. എൻ്റെ കൊച്ച് അവൾ ചോദിക്കുവാ ഇതിന് കൊമ്പൊന്നും ഇല്ലേ എന്ന്. പാർവതി എന്ന ആനയുടെ പേര്. എന്ത് പറയാനാന്ന് പറ. പാർവതി ഫുഡ് കഴിക്കുക. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. അമലൂട്ട എങ്ങനെയുണ്ട്? പാർവതിന് ഇഷ്ടമായോ? ആ എല്ലാരും പാർവതിയുടെ തല മുടിയൊക്കെ ഉണ്ട് കണ്ടോ? പെണ്ണിന്റെ തലേ പിന്നെ ശരിയാട്ടോ, ഞാൻ ഇപ്പഴാ കാണുന്നത്. ശരിക്കും ഉണ്ട് പാർവതിയുടെ തലേ മുടി. പാർവതിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാരും പാർവതിനെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുക. സുന്ദരി പാർവതിയാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പാർവതി പേര് ഒരിച്ചിരി ഹൈലൈറ്റ് പേരാണ് പാർവതി. ഭയങ്കര തീറ്റയാണ് കുഞ്ഞാവ. പട്ടയെല്ലാം തിന്ന് തീർക്കുന്നു. വീട്ടില് വീട്ടിൽ പനയുണ്ടെന്ന് പറഞ്ഞ പാർവതി എന്നൊക്കെ ഇളയത് അതുകൊണ്ട് കെട്ടാനിരുന്ന. ഞങ്ങളുടെ വീട്ടിലും പനയൊക്കെ ഉണ്ട് 3 എണ്ണം. മെയിൻ്റെനൻസ് കൂടുതലാണ്, ഒഴിവാക്കി 3 എണ്ണം. പക്ഷെ ഒഴിവാക്കിന്ന് ഭയങ്കര മെയിൻ്റെനൻസ് കോസ്റ്റാണ്. നമ്മൾ അടുത്ത ആനയുടെ അടുത്തോട്ട് പോവാണേ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് ഒന്നും ഇടരുതെന്ന് അവർ പറയുന്നുണ്ട്. സോ ആയിരുന്നോ അഞ്ജനേന്തി. ഓ ശരി തന്നെ, അഞ്ജന 22 വയസ്സുള്ള അഞ്ജന ഉണ്ടായിരുന്നു. ആശ ഉണ്ടായിരുന്നു 23 വയസ്സുള്ള. വയസ്സനുസരിച്ചിട്ടാണ് തോന്നിട്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവറ്റകളൊക്കെ മിസ്സിങ് ആണ്, കാണുന്നില്ല. ഈ നിൽക്കുന്നവനാണ് ഹരിപ്രസാദ്. ഇവൻ്റെ വയസ്സ് ആക്ച്വലി കാണുന്നില്ല കേട്ടോ. ഇവൻ കുറച്ച് ദൂരത്താണ് ഉള്ളത്. എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒത്തിരി ദൂരത്താണ്. നല്ല വലിയ കൊമ്പൊക്കെ ആയിട്ട് കിടുക്കൻ. അതാ പേടിച്ചു. ഹരിപ്രസാദിന്റെ കൊമ്പെല്ലാം കണ്ട് പേടിച്ച്. ആനേനെ കണ്ട് വായും പൊളിച്ച് നിൽക്കുന്ന അമലുകുട്ടൻ. സുനിതയാണ് ഏറ്റവും. അവൻ്റെ കൂടെ തന്നെ ആലോചിക്കുന്നത്. ആന സഫാരി ഇത് വാങ്ങിക്കാൻ പ്ലാനുണ്ടോ? ഹായ്, ഇത് ഒരാന, ഇത് രണ്ടാമത്തെ ആന. നമ്മളിനി ആ ആനയുടെ കാണാനാണ് പോണത്. ഇവനും ഇവളും കണ്ടിട്ട് നമ്മൾ പിന്നെയും നടക്കുവാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി നല്ല തണലുണ്ടെങ്കിലും ഒടുക്കത്തെ പൊരിച്ചിലാണ്. മേത്തൂടൊക്കെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക. ഇവർ മറ്റേ പാട്ടൊക്കെ പാടി സുനിതേനെ വായി നോക്കിയാ പോകുന്നു. എൻ്റെ അമലുവിൻ്റെ ഓരോ സംശയങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് പെണ്ണാനിക്കാന്ന് തോന്നല്ലേ രോമം കൂടുതലെന്ന്. നോക്കട്ടെ, അറിയണമല്ലോ. മനജേ ആ ശരിയാട്ടാ, ഇച്ചിരി രോമം കൂടുതലുണ്ട്. തലേലടാ അമലുവാ, ഞാനല്ല. കണ്ടാ അമ്മച്ചി സുനിതല്ലേ? അമ്മച്ചി സുനിതയാണ്. പക്ഷെ ഈ സുനിതയുടെ മുമ്പിൽ കൊണ്ടൊരു കമ്പ് വെച്ചേക്കണോണ്ട്, കല്ല് വെച്ചേക്കണോണ്ട് ഒന്നും കാണാനും വയ്യല്ലോ. ഇതാണ് സുനിത. കുഞ്ഞാവ് അങ്ങോട്ടും കണ്ടു പോകുന്നു. അവൻ ഏതാണ്ട് എടുക്കാൻ പോയി. ആക്ച്വലി ഇതാണ് മുള്ളുമുരിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. പീലാണ്ടി ചന്തുവോ? പീലാണ്ടി ചന്ദ്രു ആനയെ കാണാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടിയ വെയിലായ കാരണം എനിക്ക് ഈ യാത്രയിലെ പീലാണ്ടി ചന്ദ്രുവിനെ കാണാൻ താല്പര്യം. എനിക്ക് ആ പാർവതിനെ എടുത്തിരുന്ന, ഞാൻ അവിടെ തന്നെ പോയി നോട്ടെ. എനിക്ക് ആ പാർവതിനെ ഇഷ്ടപ്പെട്ടു. അവളാണ് യങ് ബ്യൂട്ടി. അയ്യേ, സംസ്കാര ശൂന്യർ, ആനിമൽ മോളസ്റ്റേഴ്സ്. സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങളാണ്. കിടങ്ങിൽ ഇറങ്ങരുത്. എന്താണ് പോലും കിടങ്ങ്? ഈ ആനനെ കെട്ടണ സ്ഥലമാണോ ഇനി? അറിയില്ല. ഈ മലയാളം തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന ഭാഷയായിരുന്നേ പിന്നെയും കുഴപ്പമില്ലായിരുന്നു.
പോകുന്ന സ്ഥലമൊക്കെ ആക്ച്വലി നല്ല രസമുണ്ട്. ഇത് കുറേ നടന്ന് കാണാനുണ്ട്. വരുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്. ഓ എൻ്റെ ദൈവമേ, കൂടെ വരുന്നവരല്ല ഈ ടീംസ്. അവരിവിടുത്തെ ആനയുടെ ലിസ്റ്റ് നോക്കി പേര് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ദേ കാട്ടുമുല്ലയാന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട്. ദേ കാട്ടുമുല്ല നിൽക്കുന്നു, കണ്ടോ? ഇവർ ആനേനെ ജഡ്ജ് ചെയ്യുക ഗൈസ്. ഒരു ആനേനെ കണ്ടതോടുകൂടി ഇവരങ്ങ് ജഡ്ജ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇവർ പറഞ്ഞു കേട്ടോ, തല്ലുകൊള്ളികളെല്ലാം കൊണ്ടുവരിക. പാർവതിയൊക്കെ കാണുമ്പോൾ നിസ്സാരക്കാരിയാ. അട്ടപ്പാടിയിൽ 9 പേര് കൊന്ന ആനേനെയാണ് കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാണ്ട്. ഒച്ചോ, ഇവള് ഗൂഗിള് നോക്കി നമ്മളെ പേടിപ്പിച്ചോണ്ടിരിക്കുക. ഹലോ, 9 പേരെ കൊന്ന ആനേനെ കാണാനാ പോകുന്നേ. ഓ, പാണ്ടിപ്പടയല്ല, പീലാണ്ടി ചന്ദ്രു. അതെ, വല്ല വെഗ്ലിവാസം ഒന്നും കിടാനുള്ളതല്ലേ? അത് ശരിയാ, പേരിൽ പോയി. ശരി തന്നെ ഏട്ടാ. പീലാണ്ടി ചന്ദ്രുവിനെ കാണാൻ നടന്നു പോവാന്ന് പറഞ്ഞല്ലോ. കുറേ നടന്നു. പീലാണ്ടി ചന്ദ്രു കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു കുറേ ദൂരത്ത് കൊണ്ടാണ് പുള്ളീനെ കെട്ടിവെച്ചേക്കണത്. എല്ലാരും പുള്ളീനെ ജഡ്ജ് ചെയ്തോണ്ടിരിക്കുക. വേണ്ട, നമ്മളെ എടുത്തോണ്ട് പോകാൻ ആള് വരും. ഇവ ഭാഗ്യമുണ്ട്, പീലാണ്ടി ചന്ദ്രുവിന്റെ 10ാമത്തെ ആളായ പിന്നെ വരണ്ടി വരത്തില്ല. ആളായി ബഹളായി. ഈ കാട്ടിൽ നിറയെ കാട്ടുമുല്ലയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാട്ടുമുല്ല എന്താണെന്ന് അറിയാവോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാട്ടുമുല്ലയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ വള്ളിമരങ്ങൾ, കാവൊക്കെ പോലത്തെ സെറ്റപ്പ് കുറേ ഉണ്ടേ. നമ്മൾ നടന്ന് ഇതുവരെ എത്തിയിട്ടില്ല. പേരിൽ പോയി. ശരി തന്നെ, അമലൂട്ടൻ പറഞ്ഞ പോലെ ഒരാളെ പോലും കൊല്ലാത്തവന് അറക്കലാബു. 9 പേരെ കൊന്ന് അവന് വീലാണ്ടി. എന്തിനോട്ട് ആനയ്ക്കുള്ള ഫുഡാ. നമ്മളെ ഇപ്പൊ തല്ലിട്ട് പോകുന്നു. ഓ, ഇപ്പൊ പുല്ലിലൂടെ പോയേനെ. നമ്മളിവിടെ എത്തി. നൊട്ടോറിയസ് ക്രിമിനൽ. അതെന്ത് പാവത്താനോ നോക്കി. അവന്റെ മോന്തണ്ടോ? തുമ്പിക്കേക്ക് പക്ഷെ കൊടുക്കുന്നത് നിങ്ങൾ വേണം. നിലത്ത് കിടന്ന് എരിയുവാ. ജഡ്ജ് ചെയ്യാതെ പാവം. അപ്പൊ ആളുമല്ലേ പറഞ്ഞു നൊട്ടോറിയസ് എന്നൊക്കെ. അതൊക്കെ തെളിവ്. ആനേന് വേറെ കൊന്നായിരിക്കുന്നു. പാവം. അതിനെ കണ്ടറിയത്തില്ല പാവമാണ്. തുമ്പിക്കയൊക്കെ മടക്കി വെച്ച് നീ പറഞ്ഞത് കേട്ട് കാണും. ചന്ദ്രു ഉറക്കം വിളിക്കുന്നാലേ കേൾക്കുള്ളൂ. പക്ഷെ കണ്ണൊക്കെ ഭയങ്കര ഒരു ജഡ്ജ് ചെയ്യുക കേട്ടോ. ഒരു ആനേനെയാണോ കുഞ്ഞിപ്പണ്ണ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? കുഞ്ഞാവേണനെ സ്കാൻ ചെയ്യുക. അവൻ എങ്ങനെയായിരിക്കും കൊന്നിട്ടുണ്ടാവുക എന്നൊക്കെയാ. ചന്ദ്രു പുള്ളി നിൽപ്പുണ്ടോ പാവത്താൻ? അതെ, ഇവനെയാണോ? എനിക്ക് തോന്നുന്നു ആരോ പറഞ്ഞു. കുഞ്ഞാവ് പറയുന്നത് കണ്ട ഒരു പാവത്താൻ ലുക്കുണ്ടെന്ന്. കുഞ്ഞാവയും അമലുകൂട്ടനും പറയുന്നു ഇതുപോലത്തെ ഒരു സാധനത്തിനകത്തിട്ടിട്ടാണ് ഇതുപോലത്തെ വമ്പന്മാരായിട്ടുള്ള ആനകളെ മരിക്കുന്നത്. എനിക്കറിയില്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇവരാണ് കൂടുതൽ ജഡ്ജ്മെന്റ്. ഇവര് പീലാണ്ടി ചന്ദ്രുവിന്റെ കഥ അറിയാൻ വേണ്ടിയിട്ട് വന്നേക്കുക. 49 വയസ്സുകാരനായ പീലാണ്ടി ചന്ദ്രു. മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സ്വൈര്യ വിഹാരം നടത്തി വന്നിരുന്ന എന്നെ 30/5/2017 വനം വകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടയ്ക്കുകയായിരുന്നു. ചന്ദ്രു എന്ന വിളിപ്പേര് എനിക്കിഷ്ടമാണ്. കരിമ്പും പുല്ലും പ്ലാവിലയും അവലും ഈന്തപ്പഴവും തണ്ണിമത്തങ്ങയും എൻ്റെ ഇഷ്ടവിഭവങ്ങളാണ്. ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെ ആകാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇവനെ കുറിച്ച് ഇങ്ങനെ കിംവദന്തിയെല്ലാം പരക്കുന്നതോ? എന്നതാ വാല ഇപ്പൊ ഇച്ചിരി വയസ്സായില്ലേ, വാർദ്ധക്യത്തിലോട്ട് അടുത്തു. അതായിരിക്കും 2017 പുള്ളിനെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അതിന് മുന്നേ പുള്ളി ഇച്ചിരി വിശക്കായിരുന്നു. പക്ഷെ ഇപ്പൊ നന്നായി. പുള്ളിനെ മെരിക്കിയ കൂടാണോ ഇതെന്ന് അറിയത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ മെരിക്കിയ കൂട് തന്നെ തൊട്ടടുത്ത് വെച്ചേക്കുന്നുണ്ട്. കൂട് കാണുമ്പോൾ ഇൻ കേസ് വയലന്റ് ആവാൻ തോന്നിയാലും ഒന്ന് നന്നാവാൻ തോന്നുമായിരിക്കും. അങ്ങനെ ആയിരിക്കാം. കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ പുള്ളിയും പുള്ളിയുടെ മെരിക്കിയ കൂടുമായിട്ട്. പുള്ളിയുടെ മെരിക്കിയ കൂടാണെന്ന് അറിയത്തില്ല. കുഞ്ഞാവേ അമലുകൂട്ടൻ പറയുന്നു. കൂട്ടൻ പറയും 9 പേരെ കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് നിൽക്കുവാന്ന്.
എനിക്ക് തോന്നുന്നു പാവപ്പെട്ടവൻ എന്തോ അബദ്ധം പറ്റിയതാന്ന്. നെറ്റിൽ ഒട്ടിച്ചോണ്ട് നിൽക്കാം. ഞാൻ 9 പേരെ കൊന്നവനാ. പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ടോ? ഹായ് ചെവി. പുള്ളിക്ക് കാറ്റ് ചൂടില്ലായിരിക്കും, ഇത്രയും പേര് ചെവി ആയതുകൊണ്ട് ആട്ടി അല്ലേ? എന്നിട്ട് ചെവിയുടെ പകുതിയൊക്കെ മുറിഞ്ഞിരിക്കുമല്ലോ. അത് കയ്യിലിരിപ്പോണ്ട് അതിന് ഉള്ളി എടുത്തായിരിക്കും. അയ്യോ പാവം കേട്ടോ, എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു, ക്യൂട്ടാ. സൈലന്റായി. ജ്യൂസ് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്ന പറയുന്നത്. കണ്ടില്ല ചേച്ചി, കണ്ടാൽ തന്നെ അറിയാം അവള് ഇച്ചിരി അങ്ങ് വേർത്ത് വല്ലാത്ത അവശയായിട്ടായിരിക്കുന്നു. ആനപ്പിണ്ടൻ ജ്യൂസ് കൊടുക്കാന്നാണ് അമലൂട്ടൻ പറയുന്നത്. വെള്ളം വേണോ? ഇവനും വെള്ളം വേണം. ഞാൻ പറഞ്ഞ മര്യാദക്ക് കൊച്ചിന്റെ വെള്ളം എടുക്കാന്ന്, അവള് സമ്മതിച്ചില്ല. ജ്യൂസ് എന്നാ വേണ്ടേ? ഓ മടുത്തു കേട്ടോ അമലുകുട്ടാ. അമലുകുട്ടനൊരു സുന്ദരനായിട്ടാ ഇരിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിപ്പെണ്ണ മുഖത്ത് മാത്രം വെയിൽ കേട്ടോ, ഞങ്ങളുടെ ആരുടെ മുഖത്ത് വെയിലില്ല. വേണ്ട വല്ല ഇടിയും കിട്ടിയാലോ. നടന്നൊരു സ്ഥലത്തെത്തിയപ്പോഴേ ഇവിടെ ആനക്കടോ. എക്സൈറ്റഡ് ആയിട്ട് പോവാം. അഞ്ജനയുടെ കുളിസിയും കാണാൻ വേണ്ടിയിട്ട് പോവാ കുഞ്ഞാവ്. ഹയ്യേ വിളയച്ച ഇത് അവിടെ കണ്ടേ ഏർമാടം, പക്ഷെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുവാണ്. അതെ വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞു അമ്മലൂട്ടൻ. പെട്ടെന്ന് നമ്മൾ ഡീസൻ്റ് ആയതാണ് കണ്ടത്. ബ്യൂട്ടിഫുൾ. സൂപ്പർ. പിന്നെന്താ, ഇരിക്കാം. ഇതേ അവിടെ ആളുകൾ ഊഞ്ഞാലാടുന്നു. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വേർത്ത് കുളിച്ച് പണ്ടാരടങ്ങി ഇവിടെ വിശ്രമ കേന്ദ്രം എന്നും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുവാണ്. ഇതൊന്നും വെറുതെ വെള്ളം കോരി മുഖം കഴുകിയതല്ല, വേർത്ത് പണ്ടാരടങ്ങിയിരിക്കുന്നതാണ്. എല്ലാവരെയും കാണിക്കാം. എക്സൈറ്റഡ് ആയിട്ട് കാവടി തുള്ളി വന്നവരൊക്കെ പടവായി സൈഡിലിരിക്കുന്ന കാഴ്ചയാണ്. കുഞ്ഞാവേ ഇവൻ പടവായി സൈഡിലിരിക്കുക. ഇവിടെ അഞ്ചരയുടെ കുളിസീനുണ്ടെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുക. ആശയുടെയും കുളിസീൻ കാണാൻ വേണ്ടി. കണ്ടാ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു ചിന്തിക്കുന്നുണ്ടോ? വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള. പ്രായം തമ്മിൽ കൺഫ്യൂഷൻ. പെൺകൊച്ചിന്റെ ജീവിതം കളയാൻ വേണ്ടിട്ട് എന്താണ് അമലൂട്ടൻ പറയുന്നത്. ഇവരെ അഞ്ജനോ അല്ലെങ്കിൽ ആശാനെയോ പാർവതിനെയോ കെട്ടിച്ചു കൊടുത്താൽ ഇപ്പൊ സൗകര്യമായി, പുതിയ വീടും വെക്കണ്ട. ഞാൻ പറമ്പിൽ കെട്ടാ രണ്ടുപേരെയും പനയുടെ വീട്ടിൽ കെട്ടാന്ന് പറഞ്ഞത്. എന്താ ചെയ്യാൻ പറ്റാ, ഓരോരുടെ കഷ്ടപ്പാടുകളെ. എന്റെ വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ തൊട്ടടുത്ത് വീടുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ പനയില്ലല്ലോടാ. പന വെക്കും നമ്മൾ, ചാമ്പെല്ലാം വെട്ടും, എന്നിട്ട് നമ്മൾ പന വെക്കും. ഇവിടെ ഊഞ്ഞാലുണ്ട്, കുറെ ഊഞ്ഞാലുണ്ട്. ഇതാണ് ഇനി അടുത്ത എൻ്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഓടുകയാണ് സുഹൃത്തുക്കളെ. എല്ലാരും ഓടി. ആരെങ്കിലും ഇറങ്ങണം. ഈ തെണ്ടി മാത്രം കേറി കേട്ടോ. കൊച്ചുങ്ങളുള്ളവർക്ക് മുൻഗണനയാണ്. കൊച്ചുങ്ങളുള്ളവർക്ക് ഗ്യാപ്പിൽ പോയി അവിടെ കെടുതലും കൊച്ചുള്ള. എടി ഇനി കഴിഞ്ഞു ഞാനേ. എടി എപ്പ കഴിയോടി? അമലൂട്ടൻ കൊടുക്കത്തില്ല, വലിയ മുതുക്കായിട്ട് ആയിട്ട് ആ കൊച്ചു കൊച്ചനോട് പറയാം. ആ കൊച്ചു കൊച്ചനോട് നാടാൻ കൊടുക്കാൻ. ഇതാണ് വീഡിയോ.
മാറടി. എന്റെ ഫോൺ കൊടുക്കാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണ്. അവിടെ ഒരു ആന കയറിപ്പോന്ന കാണാൻ. കണ്ടോ, കുളി കഴിഞ്ഞു പോവുക. 5:30യോ 6:00യോ ആരെങ്കിലും ആയിരിക്കും. നമ്മളങ്ങനെ മടുത്ത് പണ്ടാരടങ്ങി ഇവിടുത്തെ ഒരു കഫറ്റേരിയയിൽ വന്നിരിക്കുകയാണ്. മടുത്തു, നന്നായിട്ട് മടുത്തു. ഞങ്ങൾ ലൈമും വാട്ടർമെലൺ ജ്യൂസും ഒക്കെ പറഞ്ഞു എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നു. ഓക്കെ, വരുമ്പോൾ കാണിക്കാം. വേർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുക. ഉടുപ്പൊക്കെ നനഞ്ഞ്. അപ്പു മടുത്തോ? അപ്പു മടുത്ത ആവശ്യമായി. ഓ, എന്തൊരു ചൂട്ടാ, ഉഴുന്നുവട. ഐസ്ക്രീം ആണോ മേടിക്കും? എന്റെ പരിപ്പാണ്. എക്സൈറ്റഡ് ആയോ? സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞു. തണുപ്പില്ല. ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ ആന, അതുപോലെ ബാഗൊക്കെ, വള്ളമൊക്കെ മേടിക്കാം. ആന അടിപൊളിയാണ്. ബില്ലിയാ നിൽക്കുന്ന അമലൂട്ടം ഈ മോഹമൊക്കെ കഴുകി. എങ്ങനെ ഉണ്ടായിരുന്നു കോടനാട് എലഫൻറ്റ് പാർക്ക്? ഇതിൻ്റെ കോടനാട് എലഫന്റ് പാർക്ക് രാവിലെയൊക്കെ വരണം. രാവിലെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടോ? വീട്ടിലത്തെ വെയിൽ എൻ്റെ അടുത്ത് പോയി. ആരെയൊന്നും കാണണ്ട. പിന്നെ ആദ്യം കണ്ട ആന എനിക്ക് ഇഷ്ടപ്പെട്ടു, പാർവതി. പിന്നെ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു, ചന്ദ്രുവിനെ ഇഷ്ടപ്പെട്ടു. വളർത്താനായിട്ട് തോന്നുന്നു. ആരോ കള്ളക്കേസിൽ അവനെ കുടിക്കുക. അല്ല, 9 പേരെ കൊല്ലാനുള്ള കഴിവൊന്നും അതിനില്ല. എനിക്കും അങ്ങനെ തോന്നി കേട്ടോ. ഒരു പാവം പിടിച്ച കണ്ടിട്ട് ഒരു പാവം പിടിച്ചോ. ശരിയാ. പിന്നെ ഇവിടെ ഒരു ക്യാൻറ്റീൻ പോലത്തെ ഒരു സൗകര്യമുണ്ട്. പക്ഷെ കുറേ നടന്നാലേ അത് കിട്ടത്തുള്ളൂ. അത് നടന്നാലേ വൈകി പാടുള്ളൂ. ഇവിടെ എനിക്ക് വെച്ച് വെള്ളം താടാ. കുഞ്ഞാവേ, എങ്ങനെയുണ്ട് കോടനാട് എലഫന്റ് പാർക്ക്? കോടനാട് അടിപൊളിയാണ്. പിന്നെ അഞ്ജനേനെ കാണാൻ പറ്റാത്തതിൽ ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിൽ ഓ, 13 വയസ്സ് വരെ ഇവിടെ കയറാവുള്ളെന്നാണ് പറയുന്നത്. ഇതിലൊക്കെ കണ്ടാൽ ഒന്ന് കയറാൻ തോന്നും. ഓ, അതിലൊക്കെ ഒന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും അമലേന്തു അങ്ങേ ധ്രുവത്തിൽ പോയി കണ്ടോ. ഓ, നന്ദു പോയാൽ മതിയായിരുന്നു. വാവ് വാവ് വാവ്, നന്ദു എക്സൈറ്റഡ് ആണേ, നന്ദു വെള്ളം കൊടുക്കണം. നന്ദു ആട്ടടി. എങ്ങനെയുണ്ടായിരുന്നു കോടനാട് എലഫന്റ് പാർക്ക്? എല്ലാവരും വരണം. വാട്ടർമെലൺ ജ്യൂസ് വളരെ ഗംഭീരം, അടിപൊളി. ഇതിനൊരു അന്ത്യമില്ലെന്നുള്ളതാണ് മെയിനായിട്ടും. പുറത്തോട്ടുള്ള വഴി ഫലവൃക്ഷത്തോട്ടം, വിഭവ വിൽപ്പനശാല. ഇത് അങ്ങോട്ടൊക്കെ എന്തോ ഉണ്ട് കേട്ടോ. അത് അങ്ങോട്ടൊന്നും പ്രവേശനമില്ലേ, അറിയില്ല. പുറത്തോട്ടുള്ള വഴി, ഭാഗ്യം പുറത്തോട്ടുള്ള വഴിയിൽ ഇതൊക്കെ വെച്ചാൽ എന്തുകൊണ്ട് നന്നായി. അല്ലെ പിന്നെ പണി പാളിയാന്. ഈ പെണ്ണ് പോകുന്ന കാണാനൊരു ശേലൊക്കെ ഉണ്ട്. ഏത്? പിന്നെ അതെടി സ്റ്റാർ ഫ്രൂട്ടാ.
ഓക്കെ, ഫൈനലി സ്റ്റാർ ഫ്രൂട്ടിനെ കിട്ടിയിരിക്കുകയാണ്. ചെറുതാണ് എന്നാലും. എന്തി വലുതെന്തി? എവിടെ വലുത്? ഓക്കെ, ഇത് സ്റ്റാർ ഫ്രൂട്ടാണേ. ഇതാണ് ഇതിൻ്റെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പൂവ്. കാണുന്നില്ല? ഇതുണ്ട്, ഇതാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പൂവ്. അതേടി സ്റ്റാർ ഫ്രൂട്ടാ. എടി ഫലവൃക്ഷ എന്തോ സാധനം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടായിരുന്നു, വായിക്കാൻ പാടില്ലായിരുന്നു. എലഫന്റ് ആപ്പിൾ. നല്ലടാ. നോനി പഴമാണോടാ. അതൊക്കെ ഇങ്ങനത്തെ. എല്ലാവരും നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ഇച്ചിരി തണലുണ്ട്. എനിക്ക് തോന്നുന്നു വെയിലൊക്കെ മാറിയത് കൊണ്ടാണോ അതോ ഇവിടെ നോർമലി തണലാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും നേരം കാട്ടിക്കൂടെ വന്നിട്ട് വെയിലായിരുന്നു. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഏതൊക്കെയോ കിളികളൊക്കെ വീഴാതെ വരണം. ഫ്രൂട്ടുണ്ട് കേട്ടാ, കണ്ട താഴെ കിടക്കുന്നുണ്ടോ? ചില ചാവാൻ ചത്തു പോകുന്ന സാധനമാണ്. തിന്നണ്ട. തുപ്പ് മര്യാദയ്ക്കും തുപ്പ്, മൊത്തം തുപ്പ. വായ വെള്ളം കഴുകുക. ചെത്തി പോലെ നിൽക്കുന്നത് കണ്ടിട്ട്, പക്ഷെ വേറെന്തുവാന്ന് തോന്നുന്നു. ഇവിടെ ഇതൊക്കെയാണ്. അന്ന് വന്നൊരു ഇതൊരു മ്ലേച്ഛ വ്ലോഗായോ എന്ന് എനിക്ക് സംശയം. അതെവിടെയെങ്കിലും കാണും. നോക്ക്, ലൂപിക്ക അവിടെ എവിടെയും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പുറത്തേക്കുള്ള വഴി. ഓ ഭാഗ്യം, പുറത്തെത്തി. അങ്ങനെ നമ്മൾ ഇതിരം വഴി കയറിപ്പോയി. നമ്മൾ ഇതിരം വഴി ഇറങ്ങി വരുവാണ്. ഇതിനിടയ്ക്ക് നമ്മളൊരു 4 കിലോമീറ്റർ നടന്നു വരും. 4 ആയിരിക്കില്ല. അവിടെ അമ്പൂട്ടൻ മടുത്തു. അമലൂട്ടൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവനെ ശാന്തനും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അമലൂട്ടൻ മൂടി ബാക്കിൽ നിന്ന് കാണുമ്പോൾ ബാക്കിൽ നിന്ന് വേണ്ട ഷാറുഖ് ഖാൻ, ഫ്രണ്ടിൽ നിന്ന് വേണ്ട അമലൂട്ടൻ. പണ്ടാറടങ്ങിയ വരുന്നു മടുത്ത്. ഓ എന്തോരം നടന്നോന്നറിയോ. നടക്കാൻ തയ്യാറായിട്ട് വരണം. വെയിലുള്ളപ്പോൾ വരരുത്. കുറച്ച് തണലായി. നമ്മൾ വന്നതൊരു 3 മണി സമയത്താണ്. 3 മണി 3:15 സമയത്താണ്. എന്നിട്ടും വെയിലായിരുന്നു. രാവിലെ ഇതെപ്പോൾ തുറക്കുമെന്ന് അറിയത്തില്ല. കുറച്ച് രാവിലെ വെയിൽ വരുന്നതിന് മുന്നേക്ക് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. രാവിലെ 8 മണിക്ക് തുടങ്ങും. 8 മണിയാകുമ്പോൾ വന്നാൽ മതി. 8 മണിക്ക് തുടങ്ങും. അപ്പോഴും പിന്നെയും കുറച്ചൊക്കെ ഒരു ഇളം വെയിലൊക്കെ ആകുമ്പോൾ അത്ര കുഴപ്പമില്ല. കാറ്റല്ല പുറത്തിറങ്ങാം. ശരിയാ. 2 മണി എന്തായാലും 1 മണിക്കൂറൊക്കെ നമുക്ക് നടന്ന് കാണാം. നമ്മൾ 1 മണിക്കൂർ കൂടുതലെടുത്തു നടന്ന്. 1.5 മണിക്കൂർ 4:30 കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് നടന്ന് കാണാനുണ്ട്. എന്തോരം കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ വണ്ടി കയറി തിരിച്ചു പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ എല്ലാവരെയും കൊണ്ട് കാണിച്ച് ഞാൻ ബൈ പറയാം. ഒരു ബൈ പറയും. ബൈ അമലു, ബൈ ബൈ പറയടി. ഇൻസൾട്ട്. ബൈ. കുഞ്ഞിപ്പണ്ട് അപ്പു സ്റ്റോക്സിലെ ബൈ. വീണ്ടും ശ്രദ്ധിക്കണം. ബൈ.